പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് നമ്മുടെ ഭക്ഷണം. ഇല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു സുബ്ഹാനഹു വ തആല നീ കഴിച്ചതിനെ, അതൊരു കാരക്കയാണെങ്കിൽ പോലും ആ ഒരു കാരക്കയും അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന്. ഞാൻ വരുമ്പോ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ഭക്ഷണം തരുന്നുണ്ട്. കോഴി വേണോ, ആട് വേണോ, എന്ത് വേണോ, ഫ്രൂട്ട്സ് വേണോ, എല്ലാം തരുന്നുണ്ട്. പക്ഷെ ഈ കഴിക്കണം, ഞാൻ ഇതിന് ഫുള്ള് സമാധാനം പറയേണ്ടി വരും. അതാണ് കാര്യം. ഒക്കെ കിട്ടുന്നതല്ലേ, വെറുതെ കിട്ടുന്ന അടിച്ച് മിന്നല്ല. ഇതിന് ചോദ്യം കൂടെ വേണം. അതുകൊണ്ട് എന്തു പറയണം കഴിക്കുമ്പോഴൊക്കെ? അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കശ് ശുക്ർ. നമ്മളെല്ലാവരും അല്ലാഹു തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം വെറുതെ ഇരിക്കാതെ ഒരൊറ്റ വെട്ടമെങ്കിലും നമ്മൾ പറയണം, അല്ലാഹുമ്മ ലക്കൽ ഹംദ് വലക്കശ് ശുക്ർ. അല്ലാഹുവിനാണ് സകലമാന സ്തുതികളും, അല്ലാഹുവിനാണ് സകലമാന സ്തോത്രങ്ങളും എന്നുള്ള ആ ദിക്ർ നമ്മൾ പറഞ്ഞാൽ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിക്ക് വലിയ ഇഷ്ടമാണ്. അതിലൂടെ അല്ലാഹു നമുക്ക് വീണ്ടും സൗന്ദര്യവും സന്തോഷവും ബറക്കത്തുള്ളതും അല്ലാഹു നമുക്ക് തരുമെന്നാണ്. അല്ലേ? നമ്മളിന്ന് അങ്ങനെയാണോ? ഞാനായാലും നിങ്ങളായാലും ചോറ് കഴിക്കായിരുന്നപ്പോ എന്തുണ്ടാവും? ഞാനായാലും നിങ്ങളായാലും, നിങ്ങളെ കഥയല്ല, ഞാനും നിങ്ങളാണെങ്കിൽ ചോറ് കഴിക്കുന്നതല്ലേ നമ്മളെല്ലാ കാര്യം പറഞ്ഞപ്പോഴായിരിക്കും. അല്ലാത്തപ്പോ നമുക്ക് സമയമില്ലല്ലോ. ഇല്ലേ? എന്നാൽ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമ്മൾ കഴിച്ചു പോയത് എന്തെന്നാണോ? നമ്മുടെ വാഹനത്തെ പറ്റിയാണോ? നമ്മുടെ മക്കളെ പറ്റിയാണോ? നമ്മുടെ ഭാര്യയെ പറ്റിയാണോ? നമ്മുടെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെയെല്ലാം പടച്ച തമ്പുരാന് ചോദ്യം ചെയ്യുകയാണ്. മുഴുവൻ കാര്യങ്ങളെയും അല്ലാഹു ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. എന്തിനാ ഞാൻ ഇത് പറയുന്നതെന്നറിയുമോ? നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ നമ്മൾ ഭക്ഷണം വെക്കാറുണ്ട്. പടച്ചവനെ, എത്രയോ ഭക്ഷണം വെച്ചുകൊണ്ട് തട്ടിക്കളയാറുണ്ട്. എന്നാ നിങ്ങളുടെ വീടിന്റെ ചാരത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വാലാട്ടി വരുന്നവരുണ്ട്. എന്തിനേറെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന പൂച്ചയെന്ന് പറയുന്ന ജീവി നിങ്ങളുടെ വീടിന്റെ മുമ്പിലുണ്ട്. നിങ്ങൾ വലിച്ചെറിയുന്ന ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണം കൊണ്ടുവന്ന് ഇരിക്കുന്ന പൂച്ചക്കൊന്ന് വെച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതുകയാണ്, ഇതിന് സ്വതക്കയുടെ പ്രതിഫലം തരണയല്ല, എന്നാ പടച്ചറബ് അതിന്റെ പ്രതിഫലം തരും. വലിച്ചെറിഞ്ഞ പ്രതിഫലം കിട്ടുമോ? വലിച്ചെറിഞ്ഞ പ്രതിഫലം കിട്ടൂല. അതേസമയം നമുക്കറിയാം ഇത് വേസ്റ്റ് ആവുമെന്നറിയാം. നമ്മൾ അതിനെടുത്ത് നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതി, നമ്മുടെ ജീവിതത്തിൽ പല സങ്കടമുണ്ട്, ഒരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് ആ നീയത്തിൽ വെച്ചിട്ട് ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു. അല്ലാഹു എളുപ്പമാക്കും. സ്വതക്കയുടെ കൂലി കിട്ടും. സ്വതക്കയുടെ കൂലിയും കിട്ടും. ഏതിന് ഭക്ഷണം കൊടുക്കുമ്പോഴും അല്ലാഹുവേ, ഞാൻ ഈ ഭക്ഷണം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് റബ്ബേ. നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ ഒരാൾ കടന്നു വന്നുകൊണ്ട് വെള്ളം ചോദിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ അല്ലാഹുവേ, ചില മനുഷ്യരുടെ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുമെന്നാണ്. അതടിച്ചു കൊള്ളണേ അല്ലാഹുവേ. നമ്മുടെ വീടിന്റെ മുമ്പിൽ ദാഹിച്ചു വരുന്നവരുണ്ട്, അല്ലെങ്കിലോ ഒരിറ്റ് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്. നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ കാണാൻ നല്ല ഭംഗിയുള്ള പാത്രമുണ്ട്, ഏറ്റവും നല്ല പൂവുള്ള ഗ്ലാസ് ഉണ്ട്, അതുപോലെ വിലപിടിപ്പുള്ള ഗ്ലാസുകളും പാത്രങ്ങളുമുണ്ട്. വെളിയിൽ നിന്ന് കടന്നു വരുന്നവരാള് സുബ്ഹാനല്ലാഹ് അവിടെ നിന്ന് വെള്ളം ചോദിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന എന്താ? നല്ല ഗ്ലാസും പാത്രവും നമ്മൾ മാറ്റിവെക്കും. അതിൽപ്പെട്ട മോശമായൊരു പാത്രമുണ്ടെങ്കിൽ ആ പാത്രം എടുത്തിട്ട് പുറത്തുനിന്ന് കടന്നു വരുന്ന ആൾക്ക് നമ്മൾ വെള്ളം കൊടുക്കും. അങ്ങനെ ഒരു വീടിന്റെ അകത്തട്ടിലുണ്ടായാൽ ആ വീടിന്റെ ഉള്ളിൽ ദാരിദ്ര്യം കൂന കൂടുമെന്നാണ്. ചില ഉമ്മമാരുണ്ട്, ഇവിടെ അല്ല കേട്ടോ, ചില നാടുകളിലുള്ള ഉമ്മമാര്, ഇവിടെ നമുക്ക് ഇനി പറഞ്ഞല്ലേ, ചില നാടുകളിലുള്ള ഉമ്മമാരെന്ത് ചെയ്യില്ല, ഒരാള് വെളിയിൽ നിന്ന് വന്നാല് എടി ആ പാത്രത്തിൽ വെള്ളം കൂടി, അപ്പൊ ഇനി എവിടെ നിന്ന് വരുന്ന ആൾക്കാരെ നമ്മളങ്ങനെ പറയാം അല്ലെ. പിന്നെ അതിനെ കൊണ്ടില്ല നായ്ക്കള് കുടിക്കാനേക്കാളും കഷ്ടമാണ്. സോപ്പിട്ട് കഴുകി, പിന്നെ കുറച്ച് വിമ്മൊഴിച്ച്, പിന്നെ എന്തൊക്കെ ഒഴിച്ച് കഴുകും അല്ലെ. ഏത് ഗ്ലാസ്? ആ ഗ്ലാസ് നമ്മൾ എടുക്കൂല. വീട്ടിന്റെ ഉള്ളിലുള്ള ഏറ്റവും മോശപ്പെട്ട പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുന്നവർക്ക് അല്ലാഹു ദാരിദ്ര്യം തരും. എനിക്ക് നല്ല പാത്രം കിട്ടുള്ളൂ, അൽഹംദുലില്ലാഹ്.
അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അങ്ങനെ കൊടുക്കുന്നവരുടെ എന്തുണ്ടാവും? ദാരിദ്ര്യം വഴിയേ വരും. ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്തിനെന്നറിയുമോ? അല്ലാഹുവേ, ഈ പാത്രത്തിന്റെ ഗ്ലാസിന്റെ ഒക്കെ കഥ പറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് നാൽക്കാലികൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു പൂച്ചയ്ക്ക് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളവന്ന് അതവിടെ നിന്ന് മലവിസർജനം ചെയ്താൽ സ്വന്തം കാലുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണ് വാരിയിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ട് അല്ലേ? എന്തിനാ ഇത് പറയുന്നു എന്നറിയുമോ ഉമ്മമാരെ? പൂച്ചക്കായാലും നാൽക്കാലികൾക്കായാലും ഭക്ഷണം കൊടുക്കുമ്പോൾ വലിച്ചെറിഞ്ഞു കൊടുക്കല്ല, വലിച്ചെറിഞ്ഞു കൊടുക്കല്ല. പടച്ചറബ്ബേ, നിങ്ങളുടെ ഉദരത്തിലേക്ക് മണ്ണ് പറ്റിയതായിട്ടുള്ള ഭക്ഷണം പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? എന്നാ നിങ്ങളുടെ വീടിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വരുന്നത് അതും അല്ലാഹുവിന്റെ ഒരു സിട്ടിയാണ്. അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു പേപ്പറിന്റെ പുറത്തോ അല്ലെങ്കിൽ വീട്ടിൽ അതിനു വേണ്ടി ഒരു പാത്രം വെക്കണം. വേസ്റ്റ് വന്നാൽ ആ പാത്രത്തിലിട്ട് കൊടുക്കണം. കാരണം മണ്ണിൽ പറ്റിയ ഭക്ഷണം ആ പൂച്ചയ്ക്ക് നീ കൊടുക്കരുത്. നമ്മളെന്താ ചെയ്യാ? വീട്ടില് ഒരു പൂച്ച ഒറ്റ ഏരിയയാണ് ബദരിങ്ങൾ അറിയും പോലെ അല്ലേ? ഒരൊറ്റ ഏരി മുള്ളൊക്കെ ഒരൊറ്റ ഏറി സൗണ്ടൊക്കെ എവിടെ കേൾക്കാന്നറിയോ? മീനിന്റെ മുള്ളിന്റെ അകത്തുള്ളത് ഊറ്റി കുടിക്കും. ഉമ്മാര് ടീമാണ് അല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ ഏതായാലും മനുഷ്യന്മാർ അങ്ങനെയാണ്, എല്ലാം വലിച്ചെറിയും. അതുകൊണ്ട് എന്താണ്? പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴായാലും കോഴിക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴായാലും അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളിൽപ്പെട്ട ഏതൊന്നിന് ഭക്ഷണം കൊടുക്കുമ്പോഴായാലും സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ഒന്നിന്റെ പുറത്ത് വെച്ച് കൊടുക്കണേ. പറഞ്ഞാല് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു ഷീറ്റ് പേപ്പർ എടുത്തു, ആ പേപ്പറിൽ ഭക്ഷണം വെച്ചു, അതിന്റെ മുമ്പിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിന് മണ്ണൊഴിവാക്കേണ്ടി വരൂല. അതിന് ആ സമയത്ത് മണ്ണൊഴിവാക്കേണ്ടി വരൂല. പൂച്ചയായാലും ഏത് ജീവിയായാലും മണ്ണൊഴിവാക്കാൻ വേണ്ടി നോക്കും അല്ലെ? ഈ മണ്ണ് ഏതിന്റെ ഉള്ളിൽ പോയാലും, മനുഷ്യന്റെ ഉള്ളിൽ പോയാലും ജീവിയുടെ ഉള്ളിൽ പോയാലും പല അസുഖങ്ങളും സംഭവിച്ചേക്കാം അല്ലെ? ചില കൊച്ചുമക്കൾക്ക് പെട്ടെന്ന് എന്തുണ്ടാവും? വല്ലാത്ത വയറിളക്കം ഉണ്ടാവും. എന്താ കാരണം? ഇവർ കല്ല് കടിച്ച് ചവച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാവും അല്ലെ? ഇതേപോലെ ആർക്കും ഉണ്ടാവും? മണ്ണുള്ളിപ്പോ എല്ലാ ജീവിക്കും അല്ലേ? അതുകൊണ്ടാണ് അവിടെ നിന്ന് ഉത്ബാ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയത്, സ്വഹാബാ, തറയിൽ വീണ ഭക്ഷണം നിങ്ങൾ കഴിക്കണം കേട്ടോ, അതൊന്ന് തുടച്ചിട്ട് കഴിക്കണം. തറയിൽ വീണ ഭക്ഷണം നമ്മൾ കഴിക്കണം. എങ്ങനെ കഴിക്കണം? തുടച്ചിട്ട് കഴിക്കണം അല്ലേ? നമ്മളാണെങ്കിൽ തറ വീണ ഭക്ഷണം മാറ്റി അതൊക്കെ എടുത്ത് ചോറിലിടുന്നു അല്ലേ? ഉദാഹരണം, ഇങ്ങനെ ഒരാളിപ്പോ ഇങ്ങനെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കാൻ ഒരു എവിടെ പോയിട്ട് ഇപ്പൊ കല്യാണത്തിന് പോയിട്ട്, അപ്പൊ ഇവനിക്ക് കുറച്ച് ഈമാനൊക്കെ ഉള്ളവനാണ്. ആര് ഈ വിളമ്പുന്നു. ഇവങ്ങനെ ചോറ് വിളമ്പി കുറച്ച് ചോറ് താഴെ വീണ്. ഇവൻ പഠിച്ച എന്താ? താഴെ വീണാലും എടുത്ത് പാത്രത്തിൽ ഇടണമെന്ന്. ഇവൻ ആ ചോറെടുത്ത് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ പാത്രത്തിൽ ഇട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? ആ കൈ കൊണ്ട് പിന്നെ ചോറ് വിളമ്പൂല. മനസ്സിലായില്ലേ? മനുഷ്യന്മാരങ്ങനെയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്നാ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, അതിമനോഹരമായ ഒരു ചരിത്രം പഠിപ്പിച്ചു തരാം. അല്ലാഹുവേ, എല്ലാ വഖത്തും നിസ്കരിക്കുന്ന, ഒരു വഖത്ത് പോലും മുടക്കാത്ത ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിനെ പറ്റിയിട്ട് ആ നാട്ടിലുള്ളവരെല്ലാം പറഞ്ഞിരുന്നത് സുന്ദരി എന്നാണ്. കാണാനോ സൗന്ദര്യമാ, അഴകിൽ മികന്തൊരു പെണ്ണുമതാണ്. കനവിന്റെ കോണിൽ എങ്കും പൂമടി അഴകാണ്. കൺപോള കാണാൻ ചേല്, ചിരിച്ചാലോ അമ്പിളി ചേല്. മൊഴിമുത്താൽ പൗർണമി പോലെ ലംഘനമോളാണ്. കാണാൻ നല്ല സൗന്ദര്യമുള്ള പെണ്ണ്. ആ പെണ്ണിന്റെ കണ്ണിന്റെ അഴകിനെ പറ്റി എല്ലാവരും പറയാറുണ്ട്. അത്ര സൗന്ദര്യവതിയായൊരു പെണ്ണ്. അത് മാത്രമല്ല, പെണ്ണൊന്ന് ചിരിച്ചാൽ ആളുകൾ പറയും 14 രാവുദിച്ചതുപോലെ, 14 രാവുദിച്ചതുപോലെ അല്ലെ? ഹൗർലിങ്ങളായ പെണ്ണുങ്ങളുടെ ചിരി കണ്ടിട്ട് ആരമ്പരന്നിട്ടുണ്ട്? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നോക്കും, ഭയങ്കര പ്രകാശം. എന്ത് സംഭവം? എന്താ സ്വർഗത്തിലെ ഹൂറലിങ്ങളായ പെണ്ണ് ഒന്ന് ചിരിച്ചു കൊടുത്തു. ആ ചിരിയുടെ പ്രകാശം കണ്ട് മൂപ്പര് പേടിച്ചു. അത്രയും വെളിച്ചം അല്ലേ? ഇവിടത്തെ ഭാര്യമാര് അവിടെ തന്നെ കിട്ടിയാല് അവിടുത്തെ ഹൂറലിങ്ങളായ പെണ്ണുങ്ങളെക്കാൾ സൗന്ദര്യം ആർക്കുണ്ട്? ഇവിടത്തെ ഭാര്യമാർക്കുണ്ട്. പടച്ചോൻ, ഇനി അവിടെ കൂടെ സഹിക്കണം.
ഇവിടത്തെ അതേ ഭാര്യമാർക്ക് അവിടെ എന്തുണ്ട്? അവിടുത്തെ ഹൂറല്യങ്ങളായ പെണ്ണുങ്ങളെക്കാളും സൗന്ദര്യമുണ്ട്. ചിരിച്ചാലോ മുല്ല മുട്ട് പോലും പിന്നെ പാടാത്ത മാമാരൊക്കെ അവിടെ ഭയങ്കര പാട്ടായിരിക്കും എവിടെ സ്വർഗത്തിലെ അല്ലേ. അവർക്കുള്ള മുൻപല്ലിന്റെ ലംഘനം കണ്ട് ജിബ്രീലു പോലും അമ്പരന്നിട്ടുണ്ട്. ഹൂറല്യങ്ങളായ പെണ്ണുങ്ങളുടെ അതല്ലേ സൂര്യലോക മണിഹൂറിൽ ഇസാനിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുള്ള അഹ്ലിങ്ങളെ കരിവണ്ടിൻ നിറമൊത്ത മുടിയഴകാലും കാവിൽ തടം മലരുടെ നല്ല അതിങ്ങനെ വിവരിച്ചു പറഞ്ഞ ഒക്കെ ഹൂറല്യങ്ങളായ അവരുടെ ചന്തമാണ്. എന്നാൽ അവിടെ നാളുകൾ മുഴുവൻ ഈ പെണ്ണിനെ പറ്റി പറഞ്ഞു. കാണാനെന്ത് മൊഞ്ചുള്ള പെണ്ണ്, ആശ്ചര്യം തോടും ആളുകളുടെ മനസ്സിൽ. അല്ലാഹുവേ, അവര് പരസ്പരം പറയും ഇവിടെ ഇതുപോലത്തെ ഒരു പെണ്ണ് കാണാനില്ല, എന്ത് മൊഞ്ചുള്ള പെണ്ണാണ്. അല്ല എത്രയോ കല്യാണ ആലോചന വന്നിട്ടും അവർക്ക് പറ്റാത്തൊരു സൗന്ദര്യമുള്ളൊരു മാരൻ വരാത്തതിന്റെ പേരിൽ അവള് കല്യാണം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉള്ള സുന്ദരിയായ അതിമനോഹരമുള്ള പെണ്ണിനെ ഒരു ദിവസം നോക്കുമ്പോൾ അല്ലാഹുവേ കഴുത്തിനൊരു നീരാണ്, കഴുത്തിനൊരു നീരാണ്. ഈ പെണ്ണിന്റെ കാലിനും നീരാണ്. കഴുത്തിന് നീര്, കാലിന് നീര്. വല്ലാത്ത അത്ഭുതം. ഉദാഹരണത്തിന് നമ്മളെ കാണാൻ നല്ല മഞ്ചക്കൊണ്ടെന്ന് വെച്ചോളൂ. ഉദാഹരണം സമ്മതിക്കേണ്ട, ഞാൻ സമ്മതിച്ചിട്ടില്ല, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെ കാണാൻ എന്ത് മനുഷ്യന്മാരാണ്. നമ്മളെ കാണാൻ നല്ല സൗന്ദര്യം വെച്ചോളൂ. നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പറയാൻ ആളുണ്ടല്ലോ സെറ്റപ്പ എന്നൊരു 10 പേരൊക്കെ പറഞ്ഞ് ഉഷാറായി ഇങ്ങനെ പോവാണ്. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്കൊരു സുഖം. പക്ഷെ നമ്മുടെ താരം പറയണില്ല, അതുകൊണ്ട് സുഖമില്ല. ചില ആളുകൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ആള് ഗുഡിലാണെന്ന് പറഞ്ഞ് അടിപൊളിയാണ് അല്ലേ. എന്നാലോ ഒരു ദിവസം നോക്കിയപ്പോൾ ഈ പെണ്ണിനെ പറ്റി വർണ്ണിച്ചവർ പറയാം നമുക്ക് എന്താ പറ്റി, ഇപ്പോൾ ആകെ വഷളായിക്കുന്നല്ലോ, കണ്ണെല്ലാം കുഴിഞ്ഞു കുഴിയിലേക്ക് ഇറങ്ങിക്കണല്ലോ. എന്തുണ്ടായത്? അന്വേഷിച്ചുകൊണ്ട് അവരിൽ പെട്ടൊരു ചെറുപ്പക്കാരൻ കടന്നുപോയി. ചെന്നുകൊണ്ട് നോക്കുമ്പോൾ പടച്ചവനെ, വീടിന്റെ ഒരു മൂലയൊരു പൂച്ചക്കുട്ടി എങ്ങനെ ചത്ത് കിടക്കുകയാണ്. ഈ പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തേ പറ്റിപ്പോയത്. അവിടെ നിന്ന് പറഞ്ഞു ഇതിന്റെ തൊണ്ടയിൽ ഒരു മുള്ളു ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ മൈൻഡൊന്നും ചെയ്തിട്ടില്ല. ഈ പൂച്ചക്കുഞ്ഞിങ്ങനെ അതിന്റെ തൊണ്ടയിൽ ചെറിയൊരു മുള്ള് കൊണ്ടിട്ടുണ്ട്. ആ മുള്ളിങ്ങനെ കുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് അത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. ആ പൂച്ച അവിടെ കിടന്ന് ചത്ത്. അപ്പോഴീ പെണ്ണ് വിചാരിക്കുന്നില്ല ഇത് കാരണമാണ് എനിക്ക് അസുഖം ഉണ്ടായെന്ന്. എന്നാൽ അവിടെ നിന്ന് കുറച്ച് ഈമാനുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു നീ ഇട്ടുകൊടുത്ത ആ മുള്ളു കാരണം അതിന്റെ തൊണ്ട അവിടെ നിന്ന് കേടായി, അത് കാരണമാണത് ചത്തുപോയത്. അതുകൊണ്ട് മോളെ നീ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കാതെ ഇനി നിനക്ക് രക്ഷയില്ലല്ലോ. ആ പെണ്ണിന്റെ കണ്ണിന് വല്ലാത്ത സങ്കടമായി. ആ പെണ്ണിന്റെ മുഖമങ്ങ് മായി. അവിടെ നിന്ന് കാലിന് നീര് വന്നു, കാലിന് വല്ലാത്ത നീര് വന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ചെറുപ്പകാലത്തോ എപ്പോഴെങ്കിലും നമ്മൾ കാരണം ഒരു പൂച്ചയെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ കൈകാലുകളിൽ നമുക്ക് നീരുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു കാണൂല, നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കൊടുത്തു കാണും, പക്ഷെ നമ്മുടെ കൈകാലുകളിൽ നീരുണ്ടാകും. അതിനുള്ള പരിഹാരം ഒന്നേ ഉള്ളൂ, നിറഞ്ഞ മനസ്സോടുകൂടി യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള പരിശുദ്ധമായ ദിക്റൊന്ന് ചൊല്ലണേ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറും ചൊല്ലിയിട്ട് കൈകാലുകൾക്ക് നീരുള്ളവർ മന്ത്രിക്കണം. എന്നാൽ ഒരു പക്ഷേ അല്ലാഹുവേ ഇങ്ങനത്തെ കാര്യം കൊണ്ടാണ് കാലിനും കഴുത്തിനും കൈയ്ക്കും നീര് വന്നതെങ്കിൽ ആ നീരിന് അല്ലാഹു ശിഫാ ചെയ്യുമെന്നാണ്. അങ്ങനെ അസുഖങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു കാണൂല, നമ്മൾ മനഃപൂർവ്വം ഇപ്പൊ ചെയ്തും കാണൂല. അങ്ങനത്തെ എന്തെങ്കിലും സങ്കടം വന്നാൽ നമ്മൾ എന്ത് വേണം? ഏറ്റവും നല്ല നീയത്തോടെ നല്ല നിറഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവേ സന്തോഷത്തോടുകൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ആ കടന്നു വന്ന ആ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. അതിനെ നമ്മൾ നല്ലതുപോലെ വേണ്ടുന്നതെല്ലാം കൊടുത്തിട്ട് ചികിത്സിക്കണം. ഇനി അതിന് പശ്ചാത്താപം ഒന്നേ ഉള്ളൂ, പൂച്ച വീട്ടിൽ വന്ന് അതിന് ഭക്ഷണം കൊടുക്കുക. പൂച്ച വീട്ടിൽ നിന്ന് എനിക്കറിയാവുന്നൊരു മുസ്ലിയാർ, മൂപ്പര് ദറസിലാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. മൂപ്പർക്ക് ഒരു പൂച്ചക്കുട്ടിയെ കിട്ടി. കിടക്കുമ്പോഴും തോളത്ത് കാണാം, നടക്കുമ്പോഴും തോളത്ത് കാണാം, കളിക്കാൻ പോകുമ്പോഴും തോളത്ത് കാണാം. ഞാൻ വിചാരിച്ചു പടച്ചൊരു എന്ത് ജന്മം. കാരണം മുസ്ലിയാരുടെ കയ്യിൽ എപ്പോഴും ഈ പൂച്ചക്കുട്ടിയുണ്ട്. ഒരു പിന്നെ എന്ത് കളറാണ് ഈ ബോക്സിന്റെ ഒക്കെ ചെറിയൊരു കളർ വരും. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലല്ലോ, ഒരു കാപ്പിപ്പൊടി പോലത്തെ ഒരു പൂച്ച അല്ലേ. മൂപ്പര് അളിയാന്ന് വിളിച്ചാൽ അത് ഓടി വരും കൂടെ അല്ലേ. ഭയങ്കര സ്നേഹം, രണ്ടുപേരും തമ്മിൽ ഭയങ്കര കമ്പനി. അതാണ് നമ്മൾ എന്തിനു നമ്മൾ ഈ പൂച്ചകളെ നമ്മൾ സ്നേഹിച്ചാണ്ടല്ലോ അത് തിരിച്ച് നമ്മളെ സ്നേഹിക്കും.
തിരിച്ച് നമ്മളെ സ്നേഹിക്കും. അല്ലെ, ഉമ്മമാര് പ്രത്യേകം കേൾക്കണം കേട്ടോ, എന്തെന്നൊരു കാര്യം. കാരണം ഇവര് മുള്ളൊക്കെ കടിച്ചിട്ട് വലിച്ചെറിയാറുണ്ടല്ലോ. സൂക്ഷിക്കണം. എന്നാൽ അവിടെ നീ പെണ്ണിന്റെ കഴുത്തിന് നീര് വന്നോ, മോളെ നീ പശ്ചാത്തപിച്ചു മടങ്ങണം കേട്ടോ. നിറഞ്ഞ മനസ്സോടെ പെണ്ണ് മടങ്ങി വന്നിട്ട് അല്ലാഹുവേ അവിടെ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. ആ പെണ്ണിന്റെ കാലിന്റെ നീര് പോയി, കഴുത്തിന്റെ നീരും പോയി. പെണ്ണിന്റെ കാലിന്റെ നീരും പോയി, കഴുത്തിന്റെ നീരും പോയി. അപ്പൊ എന്തുകൊണ്ടായിരുന്നു? ആ കാലിന്റെ വലിപ്പത്തെ പറ്റി പറയുകയാണെങ്കിലോ, ഇത്ര വീതിക്കും. നമ്മുടെ കാലിന് ഇത്ര വലിപ്പമല്ലേ ഉള്ളൂ, ഈ പെണ്ണിന്റെ കാൽ ഇത്ര വലിപ്പം ഉണ്ടായി. ഒരു പക്ഷെ നമ്മൾ അറിയാതെ ചെയ്ത ഒന്നിന്റെ പേരിലായിരിക്കാം. അതിനെന്തുള്ള വഴി? എത്ര മരുന്ന് കഴിച്ചാലും അത് മാറൂല. അതിന് പകരമുള്ള മരുന്ന് ഏതാണ്? അൽ-ഇസ്തിഗ്ഫാറു ബില്ലാഹ്. നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ലലാണ്. ചില ജീവികളെ ഉപദ്രവിച്ചതിന്റെ പേരിലായിരിക്കാം നമ്മുടെ വീടിന്റെ ഉള്ളിൽ സങ്കടം വരുന്നത്. നിങ്ങൾക്കറിയുമോ, മദീനയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. തന്റെ ഭർത്താവ് ഒരുപാട് കടം കൊണ്ട് ഒരുപാട് സങ്കടത്തിലാണ്. ഭർത്താവ് കടം കൊണ്ടടങ്ങേറില്ല, എവിടെ ഇറങ്ങാൻ വയ്യ. ഒരാളുടെ ജീവിതത്തിൽ കടമുണ്ടെങ്കിൽ അവന് സമാധാനം കിട്ടൂല. കടം ഉണ്ടെങ്കിൽ സമാധാനം കിട്ടും, ഒരാൾക്കും കിട്ടൂല. അതിനെന്താ ഉള്ള വഴി? കടം വീട്ടണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം, ജോലി വേണം. ഈ രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുമില്ല, അല്ലേ? ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് പൊന്ന് വിളയിക്കാനുള്ള സ്ഥലം ഉണ്ടായാലും മൈൻഡ് ചെയ്യില്ല. അങ്ങനെയുണ്ട്. ചിലപ്പോ മക്കൾ മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് പക്ഷേ മനസ്സ് കൊടുത്ത് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ടാണ് നിറഞ്ഞ മനസ്സോടുകൂടി ജീവിതത്തിന്റെ മാനദണ്ഡങ്ങൾ. ഈ പെണ്ണവിടം നീ എന്നും ദുആരക്കും, റബ്ബേ എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വരുന്ന ഈ 4 പൂച്ചക്കുഞ്ഞുങ്ങൾ. എങ്ങനെയാണ് പൂച്ചക്കുഞ്ഞുങ്ങളെന്നറിയുമോ? ഈ പെണ്ണ് പാതിരാത്രി അവിടെ നിന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ പടച്ചറപ്പേ 3-4 പൂച്ചക്കുഞ്ഞുങ്ങൾ മഴയത്തിങ്ങനെ കിടക്കുകയാണ്. ഈ പെണ്ണ് ആ പൂച്ചക്കുഞ്ഞുങ്ങളെ എടുത്തു വീടിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നിട്ട് തോറത്ത് കൊണ്ടൊന്ന് തോത്തുകയാണ്. ആ പൂച്ചക്കുഞ്ഞുങ്ങളെ തോർത്തി കൊടുത്തിട്ട് അതിന് നല്ലതുപോലെ ചൂട് കൊടുത്തിട്ട് ആ പൂച്ചക്കുഞ്ഞുങ്ങളെ ആ പെണ്ണ് പുതച്ചിരുന്ന പുതപ്പ് ആ പൂച്ചക്കുഞ്ഞിനെ ഇങ്ങനെ പുതപ്പിച്ചു കൊടുത്തു. തന്റെ ഭർത്താവിനും ഭാര്യക്കും ഒരൊറ്റ പുതപ്പേ ഉള്ളൂ. ഭർത്താവ് മഴയത്ത് വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ എനിക്ക് തണുക്കുന്നുണ്ട്, ഞാൻ മഴ നനഞ്ഞ് വന്നതാണ്, അതുകൊണ്ട് എനിക്ക് ആ പുതപ്പ് വേണം, നീ ആ പുതപ്പ് ഇങ്ങെടുക്കപ്പ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 4 പൂച്ചക്കുഞ്ഞുങ്ങളാണ്. 4 പൂച്ചക്കുഞ്ഞുങ്ങളാ. മഴ നനഞ്ഞിട്ട് തണുത്ത് വിറക്കുന്നുണ്ട്. ഞാൻ പോലും ഒന്നും ചെയ്യുന്നില്ല. എന്റെ ഭർത്താവാണ് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കേട്ടേ പറ്റൂ. ഞാൻ ആ പുതപ്പങ്ങെടുത്തു തരാം. സുബ്ഹാനല്ലാഹ്, ഏതായാലും കുഴപ്പമില്ല, പൂച്ചക്കുഞ്ഞായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, എനിക്ക് പുതപ്പ് വേണം. ഈ മനുഷ്യനെടുക്കുമ്പോൾ ഈ 4 പൂച്ചക്കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. അതുവരെ കരച്ചിലില്ലാതിരുന്ന പൂച്ചക്കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. ഈ മനുഷ്യന്റെ പുതപ്പിന്റെ പിന്നാലെ വരാൻ തുടങ്ങി. ഈ മനുഷ്യന്റെ മനസ്സങ്ങലിഞ്ഞു. അലിഞ്ഞിട്ട് ഈ 4 പൂച്ചക്കുഞ്ഞുങ്ങളെ അദ്ദേഹം പുതപ്പ് പുതച്ചു. അദ്ദേഹം തന്നെ ഈ 4 പൂച്ചക്കുഞ്ഞുങ്ങളെയും അദ്ദേഹത്തിന്റെ പള്ളക്കീഴിൽ ചൊതുക്കി വെച്ചു. എന്നിട്ട് അതിനെയും പുതപ്പിച്ചിട്ട് നേരം വെളുക്കവോളം ഉറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത കരച്ചില്. ആരാണ്? മക്കളെ കാണാതെ കരയുന്ന തള്ളപ്പൂച്ചയുടെ കരച്ചിൽ. കതക് തുറന്നു കൊടുത്തപ്പോ ഒരു പൂച്ചക്കുഞ്ഞിനെടുത്ത് വെളിയിലേക്കോടാ ഒരുങ്ങി. അപ്പോഴാണ് ഇവരെന്ത് ചെയ്തെന്നറിയുമോ? മഴ പെയ്തുകൊണ്ട് നിന്ന മഴയിൽ നിന്ന് അവർ വീട്ടിന്റെ ഉള്ളിൽ നിന്നങ്ങ് പുറത്തിറങ്ങി. ഈ തള്ളപ്പൂച്ച മറ്റേ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറിയപ്പോൾ ആ കതവങ്ങ് വെളിയിൽ നിന്നടച്ചു. ആ തള്ളയും ആ പൂച്ചക്കുഞ്ഞുങ്ങളും ആ പുതപ്പിന്റെ ഉള്ള പുതപ്പിന്റെ അടിയിൽ സുഖമായി ഉറങ്ങി. അദ്ദേഹം അവിടെ നിന്ന് നേരം വെളുത്ത് മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നുപോയി. അവിടെ നിന്ന് ഒരുപാട് ഖുർആൻ ഓതി സ്വലാത്തുകൾ ചൊല്ലിയിരിക്കുമ്പോ ഒരാൾ വന്നു. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരുപാട് ഈത്തപ്പന തോട്ടങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഈത്തപ്പന തോട്ടങ്ങളില് നിങ്ങൾ കാവലായി വരുമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ എന്താണോ ഞാൻ മാറ്റിത്തരാം. ഒരാൾ ജോലിക്ക് വിളി. കാരണം സ്ലിമ്മാണ്, എന്നെ പോലെ ഉണങ്ങിയിട്ട് മെലിഞ്ഞിട്ട് ഒരാളാണ്. പിന്നെ കുറച്ച് വണ്ണങ്ങളുണ്ടെന്ന് നമുക്ക് ഇല്ലല്ലോ, ഇത് മെലിഞ്ഞിട്ട് ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യില്ല. ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുള്ള എല്ലാവരും കാണാൻ നല്ല സൗന്ദര്യമുള്ളവരാണ്. അദ്ദേഹം അങ്ങനെയുള്ളവരെ നോക്കി എടുക്കുള്ളൂ. പക്ഷെ ഇദ്ദേഹം ഇരുന്നിട്ട് ഇങ്ങനെ മദീന പള്ളി ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാണ് ഇല്ലേ? ഇദ്ദേഹം അവിടെ നിന്ന് ചെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരിന്നതല്ലേ? അതെ, പേരിന്നതാണ്. എന്റെ കാര്യം, നിങ്ങൾക്ക് ഞാൻ ജോലി തരാം, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ ഇന്നലെ എന്റെ കിനാവിൽ ഒരു സ്വപ്നം ഞാൻ കണ്ടുപോയി. ആ സ്വപ്നം മറ്റാരുമല്ല, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചെയ്ത ഒരൊറ്റ നന്മ കാരണം, ആ ഒരൊറ്റ നന്മ കാരണത്താൽ നിങ്ങളെ എടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കതുകൊണ്ട് നിങ്ങൾ ഇവിടെ ജോലി ചെയ്തില്ലെങ്കിലും ഈ സമ്പത്ത് മുഴുവനും നിങ്ങൾക്കാണ്. ഈ ഈത്തപ്പനത്തോട്ടത്തിന്റെ ഇത്രയും ഭാഗം നിങ്ങൾക്കാണ്.
അങ്ങനെ എങ്ങാനുണ്ടെങ്കിൽ ഞാനൊക്കെ എന്നെ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ കോടീശ്വരനായാലും. അവസാനം ഇദ്ദേഹം എന്താക്കി, ഈ പൂച്ചകൾക്ക് കിടക്കാൻ വേണ്ടി മാത്രം ഒരു വീടങ്ങ് പണിതു. നമ്മളാണെങ്കിൽ വീടിന്റെ മൂലൊക്കെ കള്ള ശൈത്താൻ ഇപ്പം ഞാൻ കാണിച്ചു ഒറ്റ അടിയായിരിക്കും. പിന്നെ അതിനെ കാണൂല. കുറെ ദിവസം കഴിയുമ്പോൾ നമ്മളിങ്ങനെ അന്വേഷിക്കും, അന്ന് അടി കൊണ്ടുപോയ പൂച്ച പിന്നെ കണ്ടില്ലല്ലേ. പിന്നെ നമ്മൾ വരമാണ് അപ്പുറത്ത് എവിടെ പിന്നെ റബ്ബറും കാട്ടിൽ അസ്ഥിയായിട്ട് കിടക്കണതാണ്. അമ്മാതിരി അടിയാണ് അടിക്കണത്. ദജ്ജാലിനെ പോലും ഇങ്ങനെ അടിക്കൂല ചില മനുഷ്യന്മാരങ്ങനെ. ഏതായാലും അങ്ങനെ പൂച്ചകളെ നല്ലതുപോലെ സ്നേഹിച്ചാൽ, അതിനു വേണ്ടി നല്ലതുപോലെ ഭക്ഷണം കൊടുത്താൽ, അൽഹംദുലില്ലാഹ്, നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങൾ വിജയിക്കുമെന്ന് പഠിപ്പിച്ചതാരാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവരാണ്. സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് പടച്ചവനെ, ഈ വിഷയം കാര്യഗൗരവമായിട്ട് എടുക്കണം. നല്ലതുപോലെ ജീവിതത്തിൽ കൊണ്ടുവരണം. സന്തോഷത്തോടെ കേൾക്കണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതോടെ കുറച്ച് ദിക്ർ ചൊല്ലി നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് പറയാം. എല്ലാവരും നല്ല നിയത്തോടെ നമുക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിക്ർ ചൊല്ലാൻ അവസാനം ദുആ വരെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമോ? ആത്മാർത്ഥമായ മനസ്സോടെ നല്ല നീയത്തോടെ ചൊല്ലുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, കണ്ണീരുകളെ മാറ്റണേ അല്ലാ, വിഷമങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ പല പല പരാതികൾ പറഞ്ഞവർ, പല സങ്കടം പറഞ്ഞവർ, ബാപ്പക്കും ഉമ്മക്കും രോഗമാണെന്ന് പറഞ്ഞവർ, കടങ്ങൾ കൊണ്ട് വലയുന്നവരാണെന്ന് പറഞ്ഞവർ, സങ്കടത്തിലാണെന്ന് പറഞ്ഞവരല്ലാ, പടച്ചോനെ എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റണേ അല്ലാ, കടങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ, ആവലാദികളും വേവലാദികളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ, തന്റെ ഭർത്താവിന് വല്ലാത്ത ദേഷ്യമാണ്, അത് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ട്. പടച്ചോനെ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ശരീരം വേദനിക്കുന്നവരുണ്ട് റബ്ബേ, നീ മാറ്റിക്കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, കൈകാലുകളിൽ നീര് വന്നവരുണ്ട് റബ്ബേ, നിനക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റുമല്ല പടച്ചോനെ, നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ശരീരത്ത് പൈശാചികമായ ഷർറുള്ളവരുണ്ട് റബ്ബേ, അത് നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് റബ്ബേ, ഞങ്ങളാരെയും ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, നേരം വെളുത്ത വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇന്ന ദിവസം വരുമെന്ന് മക്കളോട് ഭാര്യയോട് യാത്ര പറഞ്ഞ് തിരിച്ചു വന്നു. അല്ലാഹുവേ, തിരിച്ചു പോകുമ്പോൾ ചതഞ്ഞരഞ്ഞ ശരീരങ്ങളായി ഒരു മയ്യിത്തായിട്ടൊരു പെട്ടിക്കുള്ളിൽ നമ്മുടെ മയ്യിത്ത് വീട്ടിലെത്തുന്നൊരവസ്ഥ നീ വെക്കല്ല പടച്ചവനെ, അങ്ങനത്തെ ഒരവസ്ഥ വെക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, നമ്മുടെ മക്കൾക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ, നല്ല ജോലി കൊടുക്കണേ അല്ലാ, നല്ല ജോലി കൊടുക്കണേ അല്ലാ. മാതാവിനും പിതാവിനും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ.
അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. അല്ലാഹ് വീടില്ലെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവർ രണ്ടാമത്തെ ആൾക്കും നീ ഇന്ന് വീട് കൊടുത്തല്ലോ. അൽഹംദുലില്ലാഹ്. പടച്ചോനെ നീ എല്ലാവർക്കും വീട് കൊടുക്കണേ റബ്ബേ. സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. വാടക വീടുകളിൽ കഴിയുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.